നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സർ അലക്സ് ഫെർഗൂസന്റെ നേർക്ക് നേർ നിന്നവൻ, യെസ്, ആഴ്സണലിന്റെ ഇതിഹാസ കോച്ച് ആഴ്സൻ വെങ്കർ. ആ വെങ്കർ പോലും കൈയടിക്കുന്നു മൈക്കൽ കാരിക്കിന്. എങ്ങനെ കൈയടിക്കാതിരിക്കും? ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് കാരിക്, ഹി ഹാസ് ക്രിയേറ്റഡ് സംതിങ്. ഞെട്ടിച്ചിരിക്കുകയാണ്. എമിറേറ്റ്സിൽ കയറിയല്ലേ വെട്ടിയിരിക്കുന്നത്, അകരെ തകർത്ത് തരിപ്പടമാക്കി. അങ്ങനെ തന്നെ പറയും, കാരണം റോക്കറ്റ് ഗോളുകളാണ് പഠിച്ചത്. സ്ക്രാപ്പി ഗോളുകളാണ് മറുഭാഗത്ത് വന്നത്, ഇവിടുന്ന് വന്നത് സ്കീബേഴ്സ് ആണെന്ന് ഞാൻ പറയും. അതാണ് കളി. കിട്ടിയ അവസരങ്ങൾ അത് മുതലാക്കി. അപ്പോൾ ആഴ്സൻ വെങ്കർ പറയുകയാണ്, ഞാൻ വിചാരിക്കുന്നു യുണൈറ്റഡിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവർ സിറ്റിയെയും ആഴ്സണലിനെയും ഒക്കെ തോൽപ്പിച്ച രീതി ഒന്ന് നോക്കുക. വളരെ മികച്ച പെർഫോമൻസ് ആണ്, വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രൂപത്തിലാണ് അവർ കളിച്ചത്. ആഴ്സണലിൽ തിരികെ വന്ന് 2-2 പിടിച്ചിട്ട് യൂഷ്വലി സംഭവിക്കേണ്ടതല്ല, ഈ ഹോം ടീം ഇവിടെ വിജയിക്കേണ്ടതാണ്, അതല്ല സംഭവിച്ചത്. എന്നിട്ട് കളി വിജയിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഡ് ദേ ഫൗണ്ട് ദി ഗെയിം. അവർ ആ കളി കൃത്യമായിട്ട് വീണ്ടെടുത്തിരിക്കുന്നു. തേർഡ് ഗോള് നേടാനുള്ള റിസോഴ്സസ് അവരുടെ അടുത്തുണ്ടായിരുന്നു. And win 3-2 away from home in a top level game. So I must congratulate Carrick. ഈ വിജയത്തിന് കാരിക്കിനെ ഞാൻ അഭിനന്ദിച്ച് പറ്റൂ. അദ്ദേഹം he created something എന്നാണ് ഇപ്പോൾ ആഴ്സൻ വെങ്കർ പറഞ്ഞിരിക്കുന്നത്. യെസ്, ആ പഴയ കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാ. ഒരു ഭാഗത്ത് ആഴ്സൻ വെങ്കർ, മറുഭാഗത്ത് സർ അലക്സ് ഫെർഗൂസന്. എന്താ ആഴ്സണലോ യുണൈറ്റഡിന് എന്ന തരത്തിൽ നിന്നിരുന്ന ആ കാലം. യെസ്, അന്ന് ഫെർഗൂസിന് നേർക്ക് നേർ നിന്ന അതേ ആഴ്സണലിൻ്റെ കോച്ച് ആഴ്സൻ വെങ്കർ ഇപ്പോൾ കൈയടിക്കുന്നു മൈക്കൽ കാരിക്കിന്. യുണൈറ്റഡ് കാരിക്കിന് കീഴിൽ ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരിക്ക് തന്നെ പറഞ്ഞ പോലെ ഈ 2 വിജയങ്ങളിൽ അങ്ങ് വല്ലാതെ അർമാദിച്ചു പോകാതെ നിലത്ത് കാലുറപ്പിക്കുക, മുന്നോട്ട് പോവുക. പോരാട്ടങ്ങൾ ഇനി ഏറെ വിജയിക്കാനുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.